പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ചയായിട്ട് അശ്വാരൂഢൻ്റെ വരവ് എന്ന നോവലിലേക്ക് പതുക്കെ പ്രവേശിക്കുകയാണ്. വരും എല്ലാവരും. ബാബിലോണിയ എന്നും തിരക്കിലായിരുന്നു. തെരുവുകളിൽ യാത്രക്കാരും വാഹനങ്ങളും നിറഞ്ഞു കവിഞ്ഞ് കൊട്ടാരത്തിനു മുൻപിലെ രാജവീഥിയിലൂടെ കടന്നു പോകുന്ന യോദ്ധാക്കളും പടക്കുതിരകളും, ദൂരെ ഒരിടത്ത് കുതിരപ്പടയാളികളുടെ പരിശീലന കേന്ദ്രം, മറ്റൊരിടത്ത് കാലാൾപ്പടയുടെ അഭ്യാസ പ്രകടനം. പരിശീലനത്തിനിടയിൽ പരിക്കേറ്റു വീഴുന്ന പടയാളികളെയും കുതിരകളെയും നിമിഷങ്ങൾക്കുള്ളിൽ എടുത്തു മാറ്റുന്നു. കുതിരപ്പടയുടെ കാര്യത്തിൽ ബാബിലോണിയയ്ക്കുള്ള കീർത്തി അയൽ രാജ്യങ്ങൾക്ക് അസൂയയുണ്ടാക്കി. യുദ്ധമില്ലാത്തപ്പോൾ പോലും ബാബിലോണിയയുടെ സേനാവിഭാഗങ്ങൾ യുദ്ധസന്നദ്ധരായി നിന്നു. പടക്കുതിരകളുടെ കുളമ്പൊച്ചകളും വാൾത്തലകളുടെ ഏറ്റുമുട്ടലുകളും കാലാൾപ്പടയുടെ ചുവടുവയ്പ്പുകളും ചേർന്ന് ബാബിലോണിയൻ തെരുവുകൾക്ക് എന്നും ഉത്സവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. തെരുവുകൾ വിജനം, നഗരം നിശബ്ദം. ആഴമേറിയ നിശബ്ദതയുടെ അടിത്തട്ടുകളിൽ കുതിരക്കുളമ്പടികൾ കേട്ട് അലക്സാണ്ടർ ഞെട്ടിയുണർന്നു. കറുത്ത കുതിരയുടെ പുറത്ത് ആരോ പാഞ്ഞടുക്കുന്നു. കൊട്ടാരക്കെട്ടുകൾ കറുത്ത കുതിരയുടെ കുളമ്പൊച്ചകൾ കൊണ്ട് നിറയുന്നു. ദുസ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നതിൻ്റെ ഉൾഭീതിയോടെ അലക്സാണ്ടർ ഉറക്കെ വിളിച്ചു, റോക്സാന. അലക്സാണ്ടറുടെ പതറിയ ഒച്ച കേട്ട് റോക്സാന ഓടിയെത്തി. എന്തു പറ്റി അങ്ങേക്ക്? അരികിലിരുന്ന് റോക്സാന അലക്സാണ്ടറെ തഴുകി. വല്ല ദുസ്വപ്നവും കണ്ടോ? അലക്സാണ്ടർ ചുറ്റും പകച്ചു നോക്കി. അലക്സാണ്ടറുടെ നേരെ ചാരത്തിരുന്ന് റോക്സാന പറഞ്ഞു, ഞാൻ ഇവിടെ അപ്പുറത്തായിരുന്നു. ശാന്തമായി ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയത്. അതിനിടയ്ക്ക് ജീവിതത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഏതോ ഉൾഭീതി കൊണ്ട് ഞാൻ. അലക്സാണ്ടർ കൈയെടുത്ത് റോക്സാനയുടെ തോളിലിട്ടു. റോക്സാന, എനിക്ക് എന്താണ് സംഭവിച്ചത്? ചെറിയ ഒരു അസുഖം വന്നു. അതിനിങ്ങനെ പരിഭ്രമിക്കാനുണ്ടോ? റോക്സാന കുനിഞ്ഞ് അലക്സാണ്ടറുടെ നെറ്റിയിൽ ചുംബിച്ചു. ആരാ ഇത്? അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യൻ, ഡയോജനസിൻ്റെ ആരാധകൻ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. വിജയക്കൊടി പാറിച്ച യുദ്ധങ്ങൾ എത്ര, കടന്നുപോന്ന കൊലക്കളങ്ങൾ എത്ര, നീതിക്കായി ഒഴുക്കിയ രക്തപ്പുഴകൾ എത്ര. 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പടയോട്ടങ്ങൾ ഒന്നും മറന്നിട്ടില്ല. ഗ്രീസിന്റെ ദൃഷ്ടിയിൽപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കിക്കൊണ്ട് 12 വർഷം സ്പാർട്ട, ത്രേസ്, അനട്ടോമിയ, സിറിയ, ഫിനീഷ്യ, ഗാസ, ഈജിപ്ത്, പേർഷ്യ ഇടയ്ക്ക് നിർത്തി അവശതയോടെ അലക്സാണ്ടർ പറഞ്ഞു, എനിക്ക് മാത്രമല്ല റോക്സാന, ഏതു രാജാവിനും അങ്ങനെ ഒരു മോഹമുണ്ടാകും. തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് എന്തു ചെയ്യാനാ? ഒളിപ്പിച്ചു വെച്ച പരിഹാസത്തോടെ റോക്സാന പറഞ്ഞു. അധികാരം, സമ്പത്ത്, പ്രശസ്തി, ഭ്രാന്തിനു പര്യായങ്ങൾ ഏറെ. തീർന്നില്ലേ യുദ്ധത്തിനുള്ള കൊതി? നെടുവീർപ്പിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ അലക്സാണ്ടർ പറഞ്ഞു, എൻ്റെ യുദ്ധങ്ങൾ തീർന്നു റോക്സാന. എൻ്റെ മനസ്സു പറയുന്നു ഞാൻ കീഴടങ്ങുകയാണ്. ആർക്ക്? സ്നേഹത്തോടെ റോക്സാന ചൂണ്ടിയെടുത്തു. ആർക്കാണ് അങ്ങ് കീഴടങ്ങുന്നത്? ദൂരെ നിന്നു കേൾക്കുന്ന കുതിരക്കുളമ്പടികൾക്ക് അലക്സാണ്ടർ കാതോർത്തു. അതിൻ്റെ വിഹുലതയോടെ അലക്സാണ്ടർ പറഞ്ഞു, അശ്വാരൂഢനായ ഒരാൾക്ക് നീ ചെവിയോർക്ക് റോക്സാന. കേൾക്കുന്നില്ലേ ഒരു കുതിരയുടെ കുളമ്പൊച്ചകൾ? അശ്വാരൂഢന്റെ വരവാണത്. അശ്വാരൂഢനായ മറ്റൊരാളോ? റോക്സാന ചോദിച്ചു. അതാര്? വെറുതെ വല്ലതുമൊക്കെ പറയാതെ. ബ്യൂസിഫാലസിന്റെ പുറത്തെ രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുൻപിലേക്ക് ഏതു കുതിര പുറത്ത് ആര് വരാൻ? ഞാൻ കാണുന്നുണ്ട് റോക്സാന. എങ്ങോട്ടെന്നില്ലാതെ പകച്ചു നോക്കിക്കൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു, അശ്വാരൂഢന്റെ വരവ് നിനക്ക് കേട്ടുകൂടെ? അടുത്തടുത്ത് വരുന്ന കുളമ്പടികൾ. ഞാനൊന്നും കേൾക്കുന്നില്ല. തലയനക്കിക്കൊണ്ട് റോക്സാന പറഞ്ഞു, അങ്ങേക്ക് വെറുതെ തോന്നുന്നതാണ്. നീ ആ കുളമ്പൊച്ചകൾ കേൾക്കുന്നില്ലേ?
അലക്സാണ്ടർ ഒരു ദുസ്വപ്നം കാണുന്ന വിഭ്രാന്തിയോടെ പറഞ്ഞു. ആകാശമേഘങ്ങളിലൂടെ കറുത്ത കുതിരയെ പായിച്ച് അവൻ വരുന്നുണ്ട് റൊക്സാന. മരണമെന്നാണ് അവന്റെ പേര്. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? സങ്കടത്തോടെ റൊക്സാന അലക്സാണ്ടറുടെ നെറ്റിയിൽ തൊട്ടു. വല്ലാതെ പനിക്കുന്നുണ്ട്. ഞാൻ കൊട്ടാരം വൈദ്യനെ വിളിക്കട്ടെ? വേണ്ടെന്ന് തലയനക്കി തളർന്ന ശബ്ദത്തിൽ അലക്സാണ്ടർ പറഞ്ഞു. ഒരു നിരാശയുണ്ട് എനിക്ക്. ഇന്ത്യയുടെ മണ്ണിൽ കാൽ കുത്താൻ കഴിഞ്ഞില്ല. ആ നിരാശയുടെ മുൻപിൽ എൻ്റെ മഹാവിജയങ്ങൾ നിരർത്ഥകം. കാര്യം മനസ്സിലാകാത്തതിൻ്റെ വിഷമത്തോടെ റൊക്സാന പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയ്. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അലക്സാണ്ടർ പറഞ്ഞു. ഹിമവാന്റെ താഴ്വരകൾ, ഗംഗയുടെ തീരങ്ങൾ, ഏകാന്ത വിശുദ്ധമായ വേളകളിൽ ദൈവം നടക്കാനിറങ്ങുന്ന പുണ്യഭൂമി, മറ്റൊരു ഒളിമ്പസ്. വിസ്മയത്തോടെ റൊക്സാന തലയിൽ കൈവച്ചു. എൻ്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നേ? ഇലിയഡൊക്കെ വായിച്ചുണ്ടാക്കിയെടുത്ത ഒരു മനസ്സുമുണ്ട് എനിക്ക്. എന്നിട്ട് ഇന്ത്യക്കു നേരെയും വാളുയർത്തിയല്ലോ ഒരിക്കൽ, റൊക്സാന പറഞ്ഞു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയോട്ടങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനെയും കേട്ടിട്ടുണ്ട്. സിരകളിൽ നുരഞ്ഞു പൊന്തുന്ന ഓർമ്മയുടെ ലഹരി അലക്സാണ്ടറുടെ കണ്ണുകളിൽ തിളങ്ങി. ജലം നദിയുടെ പടിഞ്ഞാറേക്കരയിൽ അലക്സാണ്ടർ സൈന്യവുമായി നിലയുറപ്പിച്ചു. എതിർവശത്ത് തൻ്റെ സൈന്യവുമായി പോറസും. പോറസിന്റെ സൈന്യത്തിൽ 30,000 കുതിരകളും 4,000 കുതിരപ്പടയാളികളും 300 തേരുകളും 200 ആനകളും അനുയോജ്യമായ ഒരവസരത്തിനു വേണ്ടി കാത്തിരുന്നു. പെരുമഴയും വെള്ളപ്പൊക്കവും ഉണ്ടായപ്പോൾ കാറി മൈതാനത്ത് സൈന്യങ്ങൾ ഏറ്റുമുട്ടി. പോറസിനെയും ഇന്ത്യൻ സൈന്യത്തെയും അലക്സാണ്ടർ തോൽപ്പിച്ചു. പോറസിനെ തടവുകാരനായി പിടിച്ചു. പരാജയത്തിനു മുൻപിലും പോറസ് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിന്നു. ആ നിൽപ്പ് അലക്സാണ്ടർക്ക് ഇഷ്ടപ്പെട്ടു. അലക്സാണ്ടർ ചോദിച്ചു. താങ്കളെ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? പോറസ് പറഞ്ഞു. ഒരു രാജാവിനെ പോലെ. അലക്സാണ്ടർക്ക് അത് ഇഷ്ടപ്പെട്ടു. അലക്സാണ്ടർ പോറസിനെ ഛത്രപതിയാക്കി താൻ കീഴടക്കിയ രാജ്യം അയാൾക്ക് വിട്ടുകൊടുത്തു. ഇപ്പോഴും ഹിമാലയം മനസ്സിലുണ്ടല്ലേ? ഒരു സ്വപ്നമായിട്ട്, റൊക്സാന പറഞ്ഞു. സാരമില്ല, അങ്ങനെയും വേണം ഒരു സ്വപ്നം, കീഴടക്കാൻ കഴിയാതെ. ഹിമാലയം ഹൃദയത്തിലെ ഒരു സ്വപ്നമെടുത്ത് താലോലിക്കും പോലെ അലക്സാണ്ടർ പറഞ്ഞു. ഭൂമിയുടെ വിശുദ്ധിയും സൗന്ദര്യവും കൂട്ടിവച്ചതിന് അങ്ങനെ ഒരു പേരുണ്ടായി. എല്ലാ മരുഭൂമികൾക്കും എല്ലാ തരിശുകൾക്കും പകരം ഭൂമി കാത്തുവച്ച പുണ്യം. വികാരവായ്പോടെ അലക്സാണ്ടറെ മാറോട് ചേർത്ത് പിടിച്ച് റൊക്സാന തുരുതുരെ ചുംബിച്ചു. എൻ്റെ ദൈവമേ, ആരാണിത്? ചക്രവർത്തിയോ കാവിയോ? ജീവിതത്തിന് അങ്ങനെ ഒരു ഗൂഢവാസനയുണ്ട് റൊക്സാന. അത് ചിലപ്പോൾ നമ്മെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും, അലക്സാണ്ടർ പറഞ്ഞു. ഇപ്പോൾ ഓർക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ബാബിലോണിയയ്ക്കുമില്ലേ ഓർക്കാൻ അങ്ങനെ ചിലതൊക്കെ? റൊക്സാന ചോദിച്ചു. ഏദൻ, യുഫ്രട്ടീസ്, ടൈഗ്രീസ്, പർദീസ. പർദീസയിൽ ഫലസമൃദ്ധിയോടെ നിന്ന് ജ്ഞാനവൃക്ഷം, ക്ഷേത്രഗോപുരങ്ങൾ. ബാബിലോണിയക്കാരല്ലേ ഒരു വർഷത്തെ 12 ചാന്ദ്രമാസങ്ങളായും 360 ദിവസങ്ങളായും വിഭജിച്ചത്? മാറി മാറി വന്ന ഭരണകൂടങ്ങൾ, മാറി മാറി വരുന്ന സംസ്കാരങ്ങൾ എല്ലാം എനിക്കറിഞ്ഞുകൂടാ. പഠിക്കുമ്പോൾ ഞാൻ ചരിത്രത്തിന് മോശമായിരുന്നു. പടയോട്ടങ്ങളുടെ ഓർമ്മകളിൽ തങ്ങി നിന്ന് അലക്സാണ്ടർ പറഞ്ഞു. ഭാരതത്തിലേക്ക് കടന്നില്ല. ഹിന്ദുക്കുഷ് പർവ്വതനിരകളും സിന്ധു ഗംഗാ നദികളും എന്നോട് പറഞ്ഞു മടങ്ങിപ്പോകാൻ. ഓ, അതിനിങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തോളം വിലപിടിപ്പുള്ള ബാബിലോണിയ ഉള്ളപ്പോൾ, റൊക്സാന പറഞ്ഞു. കടിഞ്ഞാൺ കുതിരയ്ക്ക് മാത്രം പോരാ, സ്വന്തം മനസ്സിനും വേണം. സൂര്യൻ ആദ്യം ഉദിച്ചത് ഭാരതത്തിൻ്റെ ആകാശത്തിലാണ്. എൻ്റെ ഗുരുനാഥൻ അരിസ്റ്റോട്ടിൽ പറയുകയുണ്ടായിരുന്നു, പ്രപഞ്ച നിഗൂഢതകളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയ ഋഷികളുടെ നാടാണതെന്ന്. റൊക്സാനയ്ക്ക് ചിരി വന്നു. അല്ലാതെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ മോഹിപ്പിക്കാൻ സ്വർണ്ണഖനികളൊന്നുമില്ലായിരുന്നല്ലോ ഇവിടെ. ഞാനത് അന്വേഷിച്ചില്ല, അലക്സാണ്ടർ പറഞ്ഞു. എൻ്റെ മനസ്സിനെ മോഹിപ്പിച്ചത് ഇതാണ്. നാശനഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ആ രാജ്യത്തിൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ധർമ്മം ജയിക്കട്ടെ എന്ന്. മഹായുദ്ധങ്ങൾ അവർക്ക് ധർമ്മം വീണ്ടെടുക്കാനുള്ള യജ്ഞങ്ങളായിരുന്നു. അത്ര മഹത്താണ് ആ രാജ്യമെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സും കാണും ആ രാജ്യത്തിന്, റൊക്സാന പറഞ്ഞു.
ധർമ്മത്തിനു വേണ്ടി മരണത്തെ വരിക്കുന്ന. ഭാരതത്തെ മോഹിച്ചത് ഒരു രാജാവെന്ന നിലയിൽ അത് കീഴടക്കാൻ വേണ്ടിയാണോ? അലക്സാണ്ടർ പറഞ്ഞു. അല്ലെന്നാണ് തോന്നുന്നത്. ഒരാളുടെ കാൽപാദങ്ങൾ വിശുദ്ധമായ ആ മണ്ണിൽ പതിയുമ്പോൾ അയാളുടെ ആത്മാവിന് ഹിരൺമയ കാന്തി ഉണ്ടാകുമെന്നാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അലക്സാണ്ടർ ഒരു മോഹം പുറത്തെടുത്തു. എൻ്റെ മരണം അവിടെ ആയിരുന്നെങ്കിൽ. അലക്സാണ്ടറുടെ താടിയിൽ തഴുകിക്കൊണ്ട് സ്നേഹാധിക്യത്തോടെ റൊക്സാന പറഞ്ഞു. ആരാ ഇത്? ചക്രവർത്തിയോ വേദാന്തിയോ കവിയോ? സോക്രട്ടീസിന്റെ ശിഷ്യൻ പ്ലേറ്റോ, പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ, അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യൻ അലക്സാണ്ടർ. പടകുടീരങ്ങളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തായിരുന്നു. റൊക്സാന, കണ്ണടച്ചു നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലം എനിക്ക് കാണാം, ഒട്ടും മങ്ങലില്ലാതെ. രാജസേവകൻ വാതിൽക്കൽ വന്ന് തല കുനിച്ചു വന്ദിച്ചു. മഹാറാണി, ചക്രവർത്തി തിരുമനസിനെ കാണാൻ കൊട്ടാരം വൈദ്യൻ വന്നു കാത്തു നിൽക്കുന്നു. റൊക്സാന പറഞ്ഞു. വരാൻ പറ. കൊട്ടാരം വൈദ്യൻ അടുത്തു വന്ന് ചക്രവർത്തിയെ വണങ്ങി. പിന്നെ റൊക്സാനയോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസത്തേക്കാൾ ഭേദമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല വൈദ്യരെ, റൊക്സാന പറഞ്ഞു. ഇടവിട്ട് വല്ലാതെ പനിക്കുന്നു. ചിലപ്പോൾ പിച്ചും പേയും പറയുന്നത് പോലെ തോന്നും. ഇന്നലെ രാത്രി ഞാൻ പേടിച്ചുപോയി. ഓർമ്മകൾ ആകെ കൂടിക്കുഴഞ്ഞു. രാജസേവകൻ എന്തോ ആവശ്യത്തിന് അകത്തേക്ക് വന്നപ്പോൾ പിതാവ് ഫിലിപ്പ് രാജാവെന്ന് പറഞ്ഞ് അയാളെ തൊഴുതു. സാരമില്ല, പേടിക്കണ്ട, വൈദ്യൻ പറഞ്ഞു. കടുത്ത പനിയുള്ളപ്പോൾ അങ്ങനെയൊക്കെ തോന്നുക സ്വാഭാവികമാണ്. വൈദ്യൻ കുനിഞ്ഞ് അലക്സാണ്ടറുടെ കൺപോളകൾ വിടർത്തി നോക്കി. പിന്നെ കൈത്തണ്ടയിലെ നാടി പിടിച്ച് മിടിപ്പ് എണ്ണി തിരിഞ്ഞ് റൊക്സാനയോട് ചോദിച്ചു, ഉറക്കം എങ്ങനെ? റൊക്സാന സങ്കടം ഒതുക്കി പിടിച്ചു. ഇടവിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ഓർമ്മയില്ലാതെ ഇന്നലെ രാത്രി എന്നെ വേറെ ഒരു പേരിൽ വിളിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്നോ. മഹാറാണി വിഷമിക്കാതെ, വൈദ്യൻ പറഞ്ഞു. സ്വരം മൂർച്ഛിക്കുമ്പോൾ മനസ്സിന്മേലുള്ള പിടി വിട്ടുപോകും. അതല്ല വൈദ്യരെ, സ്വരം താഴ്ത്തി വാക്കുകൾക്ക് വിരലുകൾ കൂട്ടി മറ പിടിച്ച് റൊക്സാന പറഞ്ഞു. നേരോ നുണയോ എന്ന് ആർക്കറിയാം. കൊട്ടാരത്തിൽ ആളുകൾ സ്വകാര്യം പറയുന്നത് കേട്ടു. വിരുന്നിനിടയിൽ ആരോ ചക്രവർത്തിക്ക് മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തെന്ന്. കൊട്ടാരത്തിനകത്ത് മാത്രമല്ല പുറത്തും കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ, വൈദ്യൻ പറഞ്ഞു. മഹാറാണി വിഷമിക്കാതെ, ഇന്നലെ തന്ന കൂട്ടത്തിൽ അതിനുള്ള മരുന്നുമുണ്ട്. റൊക്സാന വായി പൊത്തി വിങ്ങിപ്പൊട്ടി. എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ വരാൻ ഞാൻ എന്ത് പാപം ചെയ്തു? വിഷമിക്കാതെ, വൈദ്യർ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഗർഭിണിയായിരിക്കുമ്പോൾ അങ്ങനെ സങ്കടപ്പെടുന്നത് നന്നല്ല. പുറം തിരിഞ്ഞു നിന്ന് റൊക്സാന പൊട്ടിക്കരച്ചിൽ കടിച്ചമർത്തി. യാത്ര പറയുന്ന കൂട്ടത്തിൽ വൈദ്യർ പറഞ്ഞു, ആരെയെങ്കിലും അയച്ചേക്ക്, മറ്റൊരു മരുന്ന് കൊടുത്തയക്കാം. കൊട്ടാരം വൈദ്യൻ സലാം വെച്ചുപോയി. ഓരോർമ്മ, അല്ലെങ്കിൽ ഒരു സ്വപ്നം. അപ്പോൾ അലക്സാണ്ടറുടെ മനസ്സ് മാസിഡോണിയയിലായിരുന്നു. മാസിഡോണിയയിലെ കൊട്ടാരത്തിൽ അലക്സാണ്ടറും തൻ്റെ ഗുരുനാഥൻ അരിസ്റ്റോട്ടിലും തമ്മിൽ ഒരു സംവാദം. അലക്സാണ്ടർ ചോദിച്ചു, ഗുരുനാഥന്റെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള അവകാശമുണ്ടോ ശിഷ്യന്? എന്താ സംശയം? അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഞാൻ എൻ്റെ ഗുരുനാഥനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യത്തെ എൻ്റെ ഗുരുനാഥൻ പ്ലേറ്റോ സമഗ്രമായി വീക്ഷിക്കുകയും അതിനെ അതീന്ദ്രിയ തലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതെനിക്ക് സ്വീകാര്യമായില്ല. ഞാൻ യാഥാർത്ഥ്യത്തെ പല തലങ്ങളിൽ വേർതിരിച്ചു കണ്ടു. ജീവിതത്തിൻ്റെ സത്തയാണ് ജീവൻ എന്ന് ഗുരുനാഥൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല. എന്താണ് ജീവൻ? അരിസ്റ്റോട്ടിൽ പറഞ്ഞു. പ്രകൃതിദത്തമായ ശരീരത്തിൻ്റെ മൗലികമായ യാഥാർത്ഥ്യവൽക്കരണം. അപ്പോൾ ആത്മാക്കൾ അനവധിയാണെന്ന് ആചാര്യൻ പറഞ്ഞതോ? അതെങ്ങനെ? ശാരീരികമായ വൈവിധ്യങ്ങൾക്കനുസൃതമായ ആത്മാക്കളും അനവധിയാണ്. അപ്പോൾ അലക്സാണ്ടർ മറ്റൊരു ചോദ്യവുമായി ഗുരുനാഥനെ നേരിട്ടു. ദൈവത്തിൻ്റെ കാര്യത്തിൽ അങ്ങയുടെ നിലപാടെന്താണ്? ശിഷ്യനോടുള്ള വാത്സല്യവും മതിപ്പും ഒരു പുഞ്ചിരിയായി അരിസ്റ്റോട്ടിലിൻ്റെ മുഖത്ത് തെളിഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണമെന്ന നിലയ്ക്ക് ഒരു ശക്തിവിശേഷത്തെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയും. നിന്റെ ദൈവത്തിന് ആ പേരിണങ്ങുമോ? അലക്സാണ്ടർ ഒരു ചുവട് പിന്മാറി. എനിക്ക് ധൃതിയില്ല ഒരു നിഗമനത്തിലെത്താൻ. ഇന്നലെ ഗുരുനാഥൻ ചോദിച്ചില്ലേ സത്യത്തെക്കുറിച്ച് എൻ്റെ സങ്കല്പം എന്താണെന്ന്? അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഉവ്, അരിസ്റ്റോട്ടിലിന് തൻ്റെ ശിഷ്യനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ. ശിഷ്യൻ അലക്സാണ്ടർ ആയതുകൊണ്ട്. എൻ്റെ ഉത്തരം ഇതാണ് ഗുരുനാഥ, അലക്സാണ്ടർ പറഞ്ഞു. ഏതൊന്നിൻ്റെ വിപരീതവും സത്യമാണോ? അതാണ് യഥാർത്ഥ സത്യം.
അരിസ്റ്റോട്ടിൽ സന്തോഷത്തോടെ അലക്സാണ്ടറുടെ തോളിൽ കൈവച്ചു. ഹായ്, എനിക്കിഷ്ടപ്പെട്ടു രാജകുമാരൻ്റെ ഉത്തരം. നിന്നെ കാത്തിരിക്കുന്നത് മഹത്തായ ഒരു രാജ്യവും സിംഹാസനവുമാണ്. അവിടെ നീ എങ്ങനെയായിരിക്കും? അലക്സാണ്ടർ അഭിമാനത്തോടെ പറഞ്ഞു. അലക്സാണ്ടർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളും. അരിസ്റ്റോട്ടിൽ പൊട്ടിച്ചിരിച്ചു. എല്ലാ രാജാക്കന്മാരും അങ്ങനെയാണ് പറയാറ് തുടക്കത്തിൽ. പക്ഷേ പാതി വഴിയിൽ അവർക്ക് അവരുടെ വാക്കുകൾ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നീ രാജകുമാരനാണ്. ഭാവിയിൽ രാജാവാകുമ്പോൾ നിനക്ക് ഈ വാക്കുകൾ ഓർമ്മയുണ്ടാവുമോ? ഗുരുനാഥൻ തൻ്റെ ഹൃദയത്തിൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് അലക്സാണ്ടർക്കു മനസ്സിലായി. എന്തു മറുപടി പറയും അതിന്? എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഗുരുനാഥ. ചരിത്രം തന്നെയാണത്. ധാർമ്മികതയില്ലാത്ത ജീവിതത്തെ മഹത്തായ ജീവിതമെന്ന് എങ്ങനെ വിളിക്കും? അരിസ്റ്റോട്ടിൽ ചോദിച്ചു. അത് രാജാവിൻ്റെ ആയാലും പ്രജയുടെ ആയാലും. ഇവിടെ കൊട്ടാരത്തിൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് എല്ലാവർക്കും പറയാനുള്ളത്. അലക്സാണ്ടർ ചോദിച്ചു. യുദ്ധത്തിൻ്റെ നീതി എന്താണ്? അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അലക്സാണ്ടർ, ആ ചോദ്യം നിന്നോട് തന്നെ ചോദിക്കേണ്ടി വരും പിന്നീട്. മഹത്തായ ഒരു രാജ്യത്തിൻ്റെ ഭദ്രത എങ്ങനെ കാത്തു സൂക്ഷിക്കും ഗുരുനാഥ? സ്ഥിതി ചെയ്യുന്ന എന്തിനും അതിൻ്റെ ഒരസ്ഥിരതയുണ്ട്, അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഓരോന്നും അതിൻ്റെ ഊർജം കൊണ്ട് തന്നെ വീർത്തു പൊട്ടിപ്പോകും. സാമ്രാജ്യങ്ങളുടെ വിധിയും അങ്ങനെ തന്നെയാണ്. അധികാരത്തിൻ്റെ ഉന്മാദം എല്ലാ ധർമ്മനീതികളെയും ചവിട്ടിമെതിക്കുമെന്ന് ഗുരുനാഥൻ ഒരിക്കൽ പറഞ്ഞു. അധികാരത്തിൻ്റെ ഉന്മാദം ഒരു ഇരുണ്ട യാഥാർത്ഥ്യമാണ്, അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടത് അടിമകളെയാണ്. സംശയിക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും അവർ നിഗ്രഹിച്ചു കളയും. അതിനവർക്ക് ഗൂഢമായ വഴികളുണ്ട്. അങ്ങനെയാണ് ഭരണാധികാരി പാപിയായി തീരുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ഭരണാധികാരി ഇല്ലാത്ത അവസ്ഥയാണ് ഭരണാധികാരി ഉള്ള അവസ്ഥയേക്കാൾ നല്ലത്. എനിക്ക് ഇതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല, അലക്സാണ്ടർ ചോദിച്ചു. അരാജകത്വം ശ്രേഷ്ഠമാണെന്നാണോ ഗുരുനാഥൻ സൂചിപ്പിക്കുന്നത്? അലക്സാണ്ടർക്ക് അങ്ങനെ ഒരു സന്ദേഹത്തിന് സാധ്യതയുണ്ടെന്ന് ഞാൻ ഊഹിച്ചു, അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അലക്സാണ്ടർ, ആദിയിൽ രാജാവ് ഉണ്ടായിരുന്നില്ല. പാതിയിൽ വെച്ച് മുറിഞ്ഞുപോയ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന അലക്സാണ്ടർ പതറിയ ശബ്ദത്തിൽ റോക്സാനയെ വിളിച്ചു. റോക്സാന ഓടിയെത്തുമ്പോൾ അലക്സാണ്ടർ കിടക്കയിൽ പാതി എഴുന്നേറ്റ് കൈകുത്തിയിരിക്കുകയാണ്. എന്തുപറ്റി? റോക്സാന ചോദിച്ചു. പിന്നെയും സ്വപ്നം കണ്ടല്ലേ? മുറിയാകെ കണ്ണോടിച്ചതിന് ശേഷം അലക്സാണ്ടർ വിഭ്രാന്തിയോടെ ചോദിച്ചു. അരിസ്റ്റോട്ടിൽ എവിടെ? എൻ്റെ ഗുരുനാഥൻ. ഇത് നല്ലവന. അടുത്തു ചെന്നിരുന്ന് അലക്സാണ്ടറെ തഴുകി പിടിച്ചുകൊണ്ട് റോക്സാന ചോദിച്ചു. സ്വപ്നത്തിൽ കണ്ടവനെ അന്വേഷിച്ച് ഞാനെവിടെ പോകും? അവശ്യതയോടെ റോക്സാനയുടെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്ന് അലക്സാണ്ടർ സ്വയം ചോദിച്ചു. എനിക്കെന്താണ് സംഭവിക്കുന്നത്? അലക്സാണ്ടറുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് റോക്സാന പറഞ്ഞു. പിന്നെ സ്വപ്നം കാണുന്നതല്ലേ വലിയ സംഭവം. ജ്വരമൂർച്ചയിൽ മയങ്ങിക്കിടക്കുന്ന അലക്സാണ്ടർ അപ്പോൾ മറ്റൊരു സ്വപ്നത്തിലായിരുന്നു. കൊട്ടാരത്തിനു മുൻപിലെ രാജവീതിയിലൂടെ കുതിരപ്പടയുടെ നഗരപ്രദക്ഷിണം കടന്നുപോകുന്നത് അലക്സാണ്ടർ ചക്രവർത്തി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നോക്കി നിൽക്കുന്നു. അപ്പോൾ യുദ്ധം ജയിച്ച് പടക്കളത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ചക്രവർത്തിയെയും സേനാപതികളെയും പടയാളികളെയും സ്വീകരിക്കാൻ രാജവീതികളിലും കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവുകളിലും ആകാശത്തിന്റെ നേർക്ക് കൈകൾ വീശി ആശംസകൾ നേർന്നു നിൽക്കുന്ന ജനസഞ്ചയം അലക്സാണ്ടറുടെ ഓർമ്മകളിൽ തെളിഞ്ഞു. ദൂരെ ആകാശത്തിന്റെ ഉയരങ്ങളിൽ ചിറകുകൾ അനക്കാതെ ഒരു കഴുകൻ പറക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തി നീണാൾ വാഴട്ടെ എന്ന അഭിവാദന ശബ്ദം കേട്ട് ചക്രവർത്തി തിരിഞ്ഞു നോക്കി. സേനാപതി ടോളമി എന്താ മുന്നറിയിപ്പൊന്നുമില്ലാതെ? ശിരസ് കുനിച്ച് ടോളമി പറഞ്ഞു. ചക്രവർത്തി തിരുമനസ്സിന് ഇഷ്ടക്കേട് തോന്നരുത്. തിരുമനസ്സിനെ ഒന്ന് കാണണമെന്ന് തോന്നി, തനിച്ച്, വേറെ ആരുമില്ലാത്തപ്പോൾ. എന്തെങ്കിലും രഹസ്യം കണ്ടുപിടിച്ചാ? ക്ഷമിക്കണം തിരുമനസ്സേ, ടോളമി പറഞ്ഞു. എന്തെങ്കിലും രഹസ്യം അന്വേഷിച്ചു നടക്കുന്ന ശീലം ടോളമിക്കില്ല. പിന്നെ? ചക്രവർത്തി തിരുമനസ്സിന് ഇഷ്ടക്കേട് തോന്നരുത്, ടോളമി പറഞ്ഞു. അങ്ങയുടെ ചില തീരുമാനങ്ങൾ കൊട്ടാരത്തിനകത്തും പുറത്തും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സേനകൾക്കിടയിൽ അസംതൃപ്തിയുണ്ട്. ഇടയ്ക്കുണ്ടാകുന്ന ചില തോൽവികൾക്ക് എന്താണ് കാരണം? ഞാൻ അതങ്ങനെ കണ്ടിട്ടില്ല, അലക്സാണ്ടർ പറഞ്ഞു. ഇടയ്ക്കൊരു തോൽവി നല്ലതാണ്. മനുഷ്യൻ തോൽവികളിൽ നിന്ന് പാഠം പഠിക്കും. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണോ തോൽവി ആഗ്രഹിക്കുന്നത്? ടോളമി പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ല. മഹാജ്ഞാനിയായ ഡയോജനീസ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഒടുവിലത്തെ ശത്രുവും കീഴടങ്ങിക്കഴിഞ്ഞ് പിന്നെ ആര് കീഴടങ്ങുമെന്ന്.
ഒരു നിമിഷം കഴിഞ്ഞ് അലക്സാണ്ടർ പറഞ്ഞു. അവനവനെ തന്നെ. അടക്കിപ്പിടിച്ച അസഹിഷ്ണുതയോടെ ടോളമി പറഞ്ഞു. വേദാന്തം പറയാനുള്ള സമയമല്ലിത്. ഞാൻ ജ്ഞാനിയുമല്ല. എങ്കിലും ഒരഭിപ്രായമുണ്ട് എനിക്ക്. യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ആലോചിക്കണം അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച്. യുദ്ധത്തിൽ മരിക്കുന്നത് പടയാളികൾ മാത്രമല്ല. വരച്ച വരയിൽ നിൽക്കുന്ന ഒന്നാണോ യുദ്ധം? അലക്സാണ്ടർ ചോദിച്ചു. അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അത് അസാധ്യമായിരിക്കും. തൻ്റെ വാക്കുകൾ ചക്രവർത്തി ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വിഷമത്തോടെ ടോളമി തൻ്റെ മനസ്സിനെ അടക്കി പിടിച്ചു. അപ്പോൾ അലക്സാണ്ടർ ആരോടെന്നില്ലാതെ ചോദിച്ചു. എന്തിനാ ആകുലപ്പെടുന്നേ? വരും വരായികകൾ നോക്കി യുദ്ധം തുടങ്ങാൻ ഒക്കുമോ? ഒഴിഞ്ഞുമാറാനാകാത്ത തരത്തിൽ അതിലകപ്പെട്ടു പോവുകയല്ലേ? അല്ലെങ്കിൽ ടോളമിക്ക് തോന്നിയിട്ടുണ്ടോ ഒളിച്ചോട്ടം ഒരു യുദ്ധതന്ത്രമാണെന്ന്? താൻ നിൽക്കുന്നത് ചക്രവർത്തിയുടെ മുൻപിലാണെന്നോർക്കാതെ ടോളമി പറഞ്ഞു. വെറുതെ മനുഷ്യരെ കൊല്ലരുത്. യുദ്ധം അടിച്ചേൽപ്പിച്ച്. ഞാൻ അതിനെതിരാണ്. അലക്സാണ്ടർ വിസ്മയത്തോടെ ചോദിച്ചു. ടോളമിക്ക് എന്തു പറ്റി? ചക്രവർത്തി തന്നെ പരിഹസിക്കുന്നത് പോലെ ടോളമിക്ക് തോന്നി. അതിൻ്റെ പിരിമുറുക്കത്തോടെ ടോളമി പറഞ്ഞു. ഒരു മനുഷ്യന് മനുഷ്യനാണെന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എൻ്റെ ഗുരുനാഥൻ അരിസ്റ്റോട്ടിലും അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അലക്സാണ്ടർ പറഞ്ഞു. ടോളമി അത് ഓർമ്മിപ്പിച്ചത് നന്നായി. ഗുരുനാഥന്മാരില്ലാത്തവരും സത്യം പറയും. ടോളമി പറഞ്ഞു. യുക്തമായ സന്ദർഭത്തിൽ മിണ്ടാതിരുന്നാൽ രാജ്യത്തിനാണ് അതിൻ്റെ കേട്. ടോളമിക്ക് എൻ്റെ തീരുമാനങ്ങളോട് യോജിപ്പില്ലേ? ഏതു രാജാവിനെയും ചരിത്രം വിചാരണ ചെയ്യുന്ന ഒരു നിമിഷം വരും. മുൻപിൽ നോക്കാതെ ടോളമി പറഞ്ഞു. ആ രാജാവ് അലക്സാണ്ടർ ചക്രവർത്തി ആയാലും. നീ നിന്റെ കയ്യിലെ ആയുധം കൊണ്ട് എന്തു ചെയ്യുകയായിരുന്നു? അലക്സാണ്ടർ ചോദിച്ചു. തത്വചിന്ത എഴുതുകയോ അതോ രാജനീതി എഴുതുകയോ? മനസ്സിലാക്ക്, അലക്സാണ്ടർക്ക് വേണ്ടത് തത്വജ്ഞാനിയല്ല, വിശ്വസ്തനായ ഒരു സേനാപതിയെയാണ്. പടയോട്ടങ്ങൾക്കും വിജയങ്ങൾക്കും ഇടയിൽ രാജാവ് നിസ്സഹായരായ പ്രജകളെ ഓർക്കണം. ടോളമി പറഞ്ഞു. അവരുടെ സങ്കടങ്ങളെ, ഭയാശങ്കകളെ, സന്ദേഹങ്ങളെ, സ്വപ്നങ്ങളെ. പൊട്ടിത്തെറിക്കുന്ന മട്ടിൽ അലക്സാണ്ടർ ചോദിച്ചു. ടോളമി ആരാണ്? എൻ്റെ മിത്രമോ അതോ ശത്രുവോ? ടോളമി പറഞ്ഞു. ചക്രവർത്തി തിരുമനസ് ക്ഷമിക്കണം. ഒരു സ്തുതിപാഠകന്റെയോ കോമാളിയുടെയോ വേഷം എനിക്ക് ചേരുകയില്ല. കലിയടക്കിക്കൊണ്ട് അലക്സാണ്ടർ ആകാശത്തിൻ്റെ നേർക്ക് മുഖമുയർത്തി. ദൈവമേ, ഒരു കൊലയും കൂടി ബാക്കിയുണ്ടോ എൻ്റെ ജീവിതത്തിൽ? എനിക്കറിയാം, ഞങ്ങളുടെ ചക്രവർത്തി അത് ചെയ്യാനും മടിക്കില്ലെന്ന് ടോളമി പറഞ്ഞു. അങ്ങ് സംശയിക്കേണ്ട. എൻ്റെ മരണം ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്നുണ്ട്. കസാൻഡർക്കും ലിസിമാക്കസിനും സെലൂക്കസിനും ആന്റിഗോണസിനും ഒക്കെ അതറിയാം. പുറത്ത് അവർ കാത്തു നിൽക്കുന്നുണ്ട്. വിളിക്കണോ? പരുക്കൻ സ്വരത്തിൽ അലക്സാണ്ടർ പറഞ്ഞു. വേണ്ട. ചക്രവർത്തിയുടെ അനിഷ്ടം ഏത് രൂപത്തിൽ വരുമെന്ന് ഊഹിക്കാൻ എനിക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. കുട്ടിക്കാലം മുതൽ കൂടപ്പിറപ്പിനെ പോലെ ഉണ്ടായിരുന്ന ഹഫൈസിനോട് അങ്ങ് എന്താണ് ചെയ്തത്? ഒടുവിലത്തെ വിരുന്നിൽ വെച്ചല്ലേ അത്രമേൽ സ്നേഹിച്ചിരുന്ന ക്ലീറ്റസിന്റെ നെഞ്ചിനു നേരെ കത്തിയോങ്ങിയത്? ടോളമി പറഞ്ഞു. ഞാൻ ജ്ഞാനിയോ വേദാന്തിയോ അല്ല. എങ്കിലും ആരുടെ പ്രശംസയും ആദരവും വീരാളിപ്പട്ടുമില്ലാത്ത ഒരു ഉറക്കവും ഒരു ശവക്കുഴിയും എനിക്ക് സങ്കല്പിക്കാൻ കഴിയും. പക്ഷേ എനിക്കിതു പറയാതെ വയ്യ. തോൽക്കുന്ന യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടരുത്. ജനങ്ങളുടെ ചോരയും കണ്ണീരും കൊണ്ട് വേണോ ചരിത്രമെഴുതാൻ? പുറം തിരിഞ്ഞു നിന്ന് ക്ഷോഭത്തോടെ അലക്സാണ്ടർ പൊട്ടിത്തെറിച്ചു. ടോളമിക്ക് പോകാം. ആദരവോടെ തലകുനിച്ച് ടോളമി ധൃതിയിൽ പുറത്തിറങ്ങി. ചക്രവർത്തിക്കുള്ള പാലിൻ്റെ ചൂടാറ്റിക്കൊണ്ടുവന്ന റൊക്സാന ഞെട്ടിപ്പോയി. ഓടിച്ചെന്ന് ചക്രവർത്തിയെ തഴുകിക്കൊണ്ട് റൊക്സാന ചോദിച്ചു. ആരോടാ ക്ഷോഭിച്ചത്? പകച്ചു നോക്കുന്നതിനിടയിൽ അലക്സാണ്ടർ പറഞ്ഞു. ഒരു സ്വപ്നം. ഇതിപ്പോൾ ഒരു പതിവായിരിക്കുന്നല്ലോ സ്വപ്നം കാണല്. റൊക്സാന കുറ്റപ്പെടുത്തി. വല്ലതുമൊക്കെ ഓർത്തുകൊണ്ട് കിടന്നിട്ടാ. പുടവ തലപ്പുകൊണ്ട് അലക്സാണ്ടറുടെ മുഖം തുടച്ചതിനു ശേഷം റൊക്സാന വെള്ളിപ്പാത്രത്തിൽ പകർന്നു വെച്ചിരുന്ന പാൽ പിടിച്ചു കൊടുത്തു. കുടിച്ചിറക്കിയതിലേറെ കടവായിലൂടെ പുറത്തേക്കൊഴുകി. റൊക്സാന, എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണം, അലക്സാണ്ടർ പറഞ്ഞു. എത്ര നേരമെന്ന് വെച്ചാ കിടക്കുന്നേ? ഞാൻ മടുത്തു.
എന്നെ നിന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്ക്. എനിക്കിപ്പോൾ വേണ്ടത് മരുന്നല്ല, നിന്റെ സ്നേഹമാണ്, നിന്റെ സ്നേഹത്തിൻ്റെ ചൂടാണ്. കുറെ കൂടി അടുത്തിരുന്ന റൊക്സാന ഉത്കടമായ സ്നേഹത്തോടെ അലക്സാണ്ടറെ ചേർത്തു പിടിച്ചു. ചിരിച്ചുകൊണ്ട് റൊക്സാന ചോദിച്ചു, മതിയോ? നിന്റെ സ്നേഹവും അതിൻ്റെ ചൂടും എനിക്ക് മതിയാവുകയില്ല, അതെത്ര അധികമായാലും. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അലക്സാണ്ടർ പറഞ്ഞു, റൊക്സാന, ഞാൻ ഇപ്പോഴെന്താണ് ഓർക്കുന്നതെന്ന് ഊഹിക്കാമോ? എന്ത്? ഞാൻ നിന്നെ ആദ്യം കണ്ട നിമിഷം. ആ വിരുന്നിൽ വെച്ച് എന്തൊരു വശീകരണ ശക്തിയായിരുന്നു നിനക്ക്. ആ രാത്രി വിരുന്നിൽ മദാലസം നൃത്തമാടിയ മോഹിനികൾ ആരും എന്നെ ആകർഷിച്ചില്ല. നീയാണ് എന്നെ മോഹിപ്പിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ എന്നെ അവഗണിക്കുന്നത് പോലെയും എനിക്ക് തോന്നി. തോളിൽ കൈയിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നീ നിന്റെ ഇഷ്ടക്കേടു കാണിച്ചു. യുദ്ധം കൂടാതെ ഒരു സാമ്രാജ്യം കീഴടക്കുന്ന തോന്നലായിരുന്നു എനിക്ക്. വാൾത്തല കൊണ്ട് ചിന്തിക്കുന്ന ഒരു യോദ്ധാവെന്നായിരുന്നു എൻ്റെ പേടി. വാതിൽക്കൽ മുഖം കാണിച്ച് ഒരു സേവകൻ ചക്രവർത്തിക്ക് വിജയം ആശംസിച്ചു. മാസിഡോണിയയിൽ നിന്ന് ഒരു ദൂതൻ വന്നിരിക്കുന്നു. ചക്രവർത്തി തിരുമനസിനെ തൃക്കൺ പാർക്കണമെന്ന് വരാൻ പറയൂ. രാജസേവകൻ പോയി നിമിഷങ്ങൾക്കകം മാസിഡോണിയയിൽ നിന്നുള്ള ദൂതൻ വന്ന് ചക്രവർത്തിയെ അഭിവാദ്യം ചെയ്തു. അലക്സാണ്ടർ ചക്രവർത്തി നീണാൾ വാഴട്ടെ. ഒരു സന്ദേശമുണ്ട്, അമ്മ ഒളിമ്പിയ മഹാറാണിയുടെ. ചക്രവർത്തി ആംഗ്യം കാണിച്ചപ്പോൾ റൊക്സാന ദൂതന്റെ കയ്യിൽ നിന്ന് സന്ദേശം വാങ്ങി വായിച്ചു നോക്കി. മാസിഡോണിയയിലേക്ക് ഉടൻ മടങ്ങി ചെല്ലണമെന്ന്, അമ്മ ഒളിമ്പിയ മഹാറാണി. ഒരു നിമിഷം അമ്മയെ ഓർത്തു നിന്നതിനു ശേഷം ചക്രവർത്തി പറഞ്ഞു, മാസിഡോണിയയിലേക്ക് ഞാൻ വരും, ഇപ്പോഴല്ല. മാസിഡോണിയ മുഴുവൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മടങ്ങി വരവ് കാത്തിരിക്കുകയാണ് സ്വീകരിക്കാൻ. അതൊരു ഉത്സവം തന്നെയായിരിക്കും. ദൂതന് പോകാം. ശിരസ് കുനിച്ച് ചക്രവർത്തിയെ വണങ്ങിയതിനു ശേഷം ദൂതൻ പോയി. ചക്രവർത്തിയുടെ നെറ്റിയിലേക്ക് വീണു കിടന്നിരുന്ന തലമുടി കോതി വെച്ചുകൊണ്ട് റൊക്സാന ചോദിച്ചു, ഇനി കുറച്ചു നേരം കിടന്നാലോ? കഠിനമായ ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. പനിയാണെങ്കിൽ വീണ്ടും തുടങ്ങി. ഇടവിട്ടുള്ള ഈ പനി. നീ പേടിക്കാതെ റൊക്സാന. റൊക്സാന സങ്കടം ഒതുക്കി പിടിച്ചു. അതല്ല, കൊട്ടാരത്തിൽ ആളുകൾ അടക്കം പറയുന്നു ചക്രവർത്തിയുടെ ജീവനെ സംബന്ധിച്ച് എന്തോ ആശങ്കയുണ്ടെന്ന്. ഇപ്പോൾ കൊട്ടാരം വൈദ്യന്റെ വാക്കുകളിലും എനിക്ക് വിശ്വാസം പോരാ. എന്നെ അലട്ടുന്നത് അതൊന്നുമല്ല റൊക്സാന, അലക്സാണ്ടർ പറഞ്ഞു. കൂടെ നിന്നവരുടെ മനസ്സു മാറി. ഒടുവിൽ ഞാൻ ഒറ്റപ്പെടുകയാണെന്ന് തോന്നുന്നു. ഇനിയും ഒരു യുദ്ധത്തിന് തങ്ങളില്ലെന്ന് പറഞ്ഞ് സേനാനായകന്മാർ ഒഴിഞ്ഞുമാറുന്നു. അവർ തമ്മിലും യോജിപ്പില്ല. സേനയിലെ അന്തഛിദ്രം ഒരു രാജ്യത്തിൻ്റെ ഭദ്രത ഇല്ലാതാക്കും. ചക്രവർത്തിയെ തഴുകി സാന്ത്വനിപ്പിച്ച് റൊക്സാന പറഞ്ഞു, മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. മനുഷ്യർക്കെന്ന പോലെ രാജ്യത്തിനുമുണ്ടാകും വിധി. അങ്ങനെ സമാധാനിക്ക്, ഞാനുണ്ടാവും കൂടെ. വാതിൽക്കൽ ആരുടെയോ ശബ്ദം കേട്ടു. റൊക്സാന ചോദിച്ചു, ആരാവിടെ? അകത്തേക്ക് വന്ന രാജസേവകൻ ശിരസ്സു കുനിച്ച് ചക്രവർത്തിയെ വണങ്ങി. ഒരാൾ ചക്രവർത്തി തിരുമനസിനെ കാണാൻ അനുവാദം ചോദിച്ചു കാത്തു നിൽക്കുന്നു. ആര്? ആ തെരുവിലെ പാട്ടുകാരൻ ഷിറാസ്. വരാൻ പറ. അതിപ്പോൾ തന്നെ വേണോ? റൊക്സാന ചോദിച്ചു. പിന്നെ എപ്പോഴെങ്കിലും വരാൻ പറഞ്ഞാൽ പോരെ? പോരാ എന്ന് അലക്സാണ്ടർ തലയനക്കി. ഒരു പാട്ടുകാരനോട് പിന്നെ വരാൻ പറയാൻ ചക്രവർത്തി ആര്? കൊട്ടാരം സേവകൻ സലാം വെച്ച് പിൻവാങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വൃദ്ധൻ അകത്തേക്ക് വന്നു. നരച്ച മുടിയും താടിയും നീണ്ട് പ്രായത്തിന്റെ അവശത തോന്നിപ്പിക്കുന്ന ഒരാൾ. ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് വിജയിക്കട്ടെ, അടിയൻ ഷിറാസ്, ഒരു പഴയ പാട്ടുകാരൻ. അലക്സാണ്ടർ ചോദിച്ചു, എന്താ വന്നത്? കൈകൂപ്പി ഷിറാസ് പറഞ്ഞു, ചക്രവർത്തി തിരുമനസിന് എന്നെ കാണണമെന്ന് ഒരു ദൂതൻ അറിയിച്ചിരുന്നു. ഓ, ഞാനത് മറന്നു, അലക്സാണ്ടർ പറഞ്ഞു. ഞാൻ ഷിറാസിൻ്റെ പാട്ട് കേൾക്കാറുണ്ട് മട്ടുപ്പാവിൽ വന്നു നിൽക്കുമ്പോൾ. ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് എൻ്റെ പാട്ട് കേൾക്കാറുണ്ടെന്നോ? ഷിറാസ് ആകാശത്തിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി. എൻ്റെ ദൈവമേ, എനിക്കിതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം കൂടുതൽ ഭവ്യതയോടെ ഷിറാസ് പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പാട്ട് കേൾക്കാറുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറില്ല. ആരും കേൾക്കാനില്ലെങ്കിലും ഞാൻ അവിടെ ആ മരച്ചുവട്ടിൽ ഇരുന്നു പാടും. എൻ്റെ ജീവൻ തങ്ങി നിൽക്കുന്നത് എൻ്റെ പാട്ടിലാണ്. എൻ്റെ പാട്ട് തീരുമ്പോൾ എൻ്റെ ജീവിതവും തീരും. ഷിറാസിനെ കണ്ടാൽ ഒരു വൃദ്ധനെ പോലെയുണ്ട്, അലക്സാണ്ടർ ചോദിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അത്ര പ്രായമുണ്ടോ ഷിറാസിന്?
ഷിറാസിന്റെ പാട്ടിന് എന്തോ ഒരു മാധുര്യമുണ്ട്, മനസ്സിനെ വ്യാമുഗ്ധമാക്കുന്ന ഒരഴകുണ്ട്. ചിലപ്പോൾ ഞാനത് കേട്ടിരിക്കും. എൻ്റെ മനസ്സിൻ്റെ ആകുലതകളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു ദിവ്യശക്തിയുണ്ട് അതിന്. അലക്സാണ്ടറുടെ പ്രശംസാ വചനങ്ങൾക്ക് മുൻപിൽ ഷിറാസ് ഭൂമിയോളം താണു. ഷിറാസിൻ്റെ വീട് എവിടെയാണ്? അലക്സാണ്ടർ ചോദിച്ചു. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് വീടില്ല, സ്വന്തപ്പെട്ടവരായി ആരുമില്ല. എന്തോ ഓർത്ത് നെടുവീർപ്പിട്ടതിനു ശേഷം ഷിറാസ് പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാവരും സ്വന്തപ്പെട്ടവർ തന്നെ. എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളല്ലേ? തെരുവിൽ പാടി നടന്ന ഒരാളാണ് ഞാൻ. പടകുടീരങ്ങളിൽ പാടാനെന്ന് പറഞ്ഞ് ആരൊക്കെയോ എന്നെ വിളിച്ചുകൊണ്ടു പോന്നു. പിന്നെ പടനീക്കങ്ങളുടെ കൂടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ടിന് ചോരയുടെയും മരണത്തിൻ്റെയും മണമുണ്ടെന്ന്. ഞാൻ ആശിച്ചത് ഇതല്ല. ഷിറാസ് വേറെ എന്താണ് ആഗ്രഹിച്ചത്? വിദൂരതയിലേക്ക് കൈ ചൂണ്ടി ഷിറാസ് പറഞ്ഞു. ആകാശത്തിന് ചുവട്ടിലിരുന്നു പാടാൻ, മറുകര കാണാത്ത കടൽക്കരയിൽ ഇരുന്നു പാടാൻ, കുന്നിൻ ചെരുവുകളിൽ ഇരുന്നു പാടാൻ, അരണ്ട നിലാവത്ത് വിജനമായ വഴിയുടെ അരികിൽ ഇലകൾ അനങ്ങാതെ നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു പാടാൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് പറയട്ടെ. ഷിറാസിൻ്റെ പാട്ടിന് സ്വർണത്തിൻ്റെ നിറവും പൂവിൻ്റെ സുഗന്ധവും തേനിൻ്റെ മാധുര്യവുമുണ്ടെന്ന്. അലക്സാണ്ടറുടെ മുൻപിൽ വീണ്ടും ഷിറാസ് ശിരസ്സു താഴ്ത്തി. അടിയന് സന്തോഷമായി. എത്രയോ നാളായി ഞാൻ പാടുന്നു. ഇതുവരെ ആരും എൻ്റെ പാട്ടിനെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല, കേട്ടതായി പോലും ഭാവിച്ചിട്ടില്ല. ഇന്ന് ചക്രവർത്തി തിരുമേനി എൻ്റെ പാട്ടിനെ പ്രശംസിച്ചു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ എനിക്ക്? ഷിറാസിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയാം, അലക്സാണ്ടർ പറഞ്ഞു. മടിക്കണ്ട. മരിക്കും വരെ ആ മരച്ചുവട്ടിലിരുന്നു പാടാൻ അനുവദിച്ചാൽ മതി. എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയാൽ ഷിറാസിന് നേരെ ഇങ്ങോട്ട് വരാം. തലകുനിച്ച് ഷിറാസ് ആദരവ് കാണിച്ചു. ദൈവത്തിനും ചക്രവർത്തി തിരുമനസിനും 1 കോടി പുണ്യം. ഷിറാസ് പടിയിറങ്ങി പോകുന്നത് നോക്കി നിന്ന് അലക്സാണ്ടർ ആരോടെന്നില്ലാതെ പറഞ്ഞു. ജീവിതത്തെക്കുറിച്ച് പരാതികളില്ലാതെ, മോഹങ്ങളില്ലാതെ ഒരാത്മാവ്.